ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 ആഗസ്റ്റ് മാസ ഫലമാണ്. ആഗസ്റ്റ് മാസം 1 തീയതി മുതൽ 31 തീയതി വരെ ഉള്ള ഒരു മാസത്തെ ഫലമാണ് പറയുന്നത്. ഈ ഒരു മാസം മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി 4-ാം പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ മാസം ഈ നക്ഷത്രക്കാർക്ക് വന്നുചേരാവുന്ന ഭാഗ്യങ്ങളും ദൈവാധീനങ്ങളും നേട്ടങ്ങളും അതുപോലെ തന്നെയാണല്ലോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മറ്റ് കുഴപ്പങ്ങളിലൊന്നും ചെന്നുപെടാതെ അവയും ഉൾപ്പെടുത്തിയാണ് കാര്യങ്ങൾ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിശകലനം ചെയ്യുന്നത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരുന്നു. മീനം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുഖസ്ഥാനമായ 4-ാമിടത്ത് രാശിയുടെ അധിപനും തൊഴിൽ സ്ഥാനത്തിന്റെ അധിപനുമായിരിക്കുന്ന ശുക്രൻ സ്ഥിതി ചെയ്യുമ്പോൾ അവിടെ നിവൃത്തി സ്ഥാനത്ത് ധനസ്ഥാനാധിപൻ സ്ഥിതി ചെയ്യുന്നു. അത് 9-ാം ഭാവാധിപൻ കൂടിയാണല്ലോ ആ ചൊവ്വ നിവൃത്തി സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പല വിധത്തിലുമുള്ള നേട്ടങ്ങൾ വന്നു ചേരുവാൻ യോഗമുണ്ട് ഈ രണ്ട് ഗ്രഹങ്ങളെ കൊണ്ട്. ഏഴരശനിയൊക്കെ അനുഭവിക്കുന്നു, ജന്മത്തിൽ ഏഴരശനി അനുഭവിക്കുന്ന കാലമാണ്. വക്രത്തിലായതിനാൽ അധിക ദോഷങ്ങൾ ബാധകമല്ല. എന്നിരുന്നാലും അതീവ ജാഗ്രതയും അതുപോലെ തന്നെ ശ്രദ്ധയും ക്ഷമയും ഒക്കെ ആവശ്യമാണ്. കടങ്ങളൊക്കെ വർദ്ധിച്ച് വരാതെ ശ്രദ്ധിക്കണം. അതായത് ഈ മാസം 3-ാം ഭാവാധിപത്യവും അഷ്ടമാധിപത്യവും കൊണ്ട് കൊടിയ പാവനായിരിക്കുന്ന ശുക്രൻ, അത് മീനം രാശിക്കാർക്ക് കൊടിയ പാവനം. അങ്ങനെയുള്ള ആ ശുക്രഗ്രഹം സുഖസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. മാതാ സുഹൃത് മാതുല ഭാഗിനേയോ ക്ഷേത്രം സുഖം വാഹനം ആസനം ജാലാളിത്യമമ്പ ശയനഞ്ചവൃത്തി പാർശ്വാധികം ജന്മഗൃഹം ചതുർത്ഥാത് എന്ന് പറയുന്ന ഭാവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ മാതാവിനോ മാതുവഴി ബന്ധുക്കൾക്ക് അമ്മാവന് അതുപോലെ തന്നെ ഗൃഹസംബന്ധമായിട്ട് കടങ്ങളൊക്കെ വർദ്ധിക്കുക, ലോണൊക്കെ എടുത്തിട്ടുള്ളവർ കുടിശ്ശിക വന്ന് കേസാകുക, വിൽക്കുവാനായിട്ടുള്ള താല്പര്യമുണ്ടാകുക, വിറ്റാൽ വില കിട്ടാതെ വരിക, വാഹന സംബന്ധമായ ചില ക്ലേശങ്ങൾ, സെക്കൻഡ് ഹാൻഡ് വാഹനം എടുത്തു അതോടുകൂടി കടം കയറി, അങ്ങനെയൊക്കെ വന്നു ചേരുവാൻ സൂചനയുള്ള ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധ, ക്ഷമയും വിട്ടുവീഴ്ചയും കുടുംബത്തായാലും അത് തൊഴിൽ സ്ഥാനത്തായാലും ആവശ്യമാണ്. തൊഴിൽ പുരോഗതി വന്നു ചേരുന്ന സമയമാണ്. തൊഴിൽ സ്ഥാനത്തിന്റെ അധിപൻ തൊഴിൽ സ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ ശനിയും ദൃഷ്ടി ചെയ്യുന്നുണ്ട്, ശുക്രനും ദൃഷ്ടി ചെയ്യുന്നുണ്ട്, അപ്പോൾ ചൊവ്വായും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. തൊഴിൽ പുരോഗതികളും നേട്ടങ്ങളും ഒക്കെ വന്നു ചേരും. സ്വന്തമായിട്ട് ചെയ്യുന്നവരായാലും മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരോ ഏതൊരു രീതിയിലൊക്കെ ഉള്ളവരായാലും നല്ല വിജയങ്ങൾ വന്നു ചേരും. പക്ഷേ ദേഷ്യം ഒഴിവാക്കണം. ചൊവ്വ ശനിയെ ദൃഷ്ടി ചെയ്യുന്നു പരസ്പരം. അപ്പോൾ ദേഷ്യമൊക്കെ വർദ്ധിക്കുന്നതിനും അഗ്നിമാരുത യോഗമാണ്. അപകടങ്ങൾ ഉണ്ടാകുക, ഓപ്പറേഷൻ, ക്ഷതം, പതനം, ശസ്ത്രേണയുള്ള മുറിവുകൾ, ഷോക്കടിക്കുക, പൊള്ളലുണ്ടാകുക, അതൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം ഓരോ കാര്യങ്ങളും ചെയ്യുവാനായിട്ട്. അത് തൊഴിൽ സ്ഥലത്തായാലും ഗൃഹത്തിലായാലും യാത്രാമധ്യേയും ഒക്കെ ആവശ്യമാണ്. സുഹൃത്തുക്കളെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. നല്ല കൗശല ബുദ്ധിയോടുകൂടി, ഉത്സിത ബുദ്ധിയോടുകൂടി സംസാരിച്ച് പാട്ടിലാക്കുന്ന സുഹൃത്തുക്കൾ അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരുകയും അതുമൂലം വലിയ ആരോഗ്യ പ്രശ്നങ്ങളോ ധനനഷ്ടങ്ങളോ നിയമപ്രശ്നങ്ങളോ ഉണ്ടാകുവാനൊക്കെ സൂചനയുണ്ട്. ജാഗ്രത ആവശ്യമാണ്. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പല വിധത്തിലും നേട്ടങ്ങൾ വന്നു ചേരും. വിദേശത്തായിരിക്കുന്നവർക്കും വളരെ അനുകൂലമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. ടെസ്റ്റുകൾ എഴുതുന്നവർക്കും ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർക്കും ഒക്കെ അലസത ഉണ്ട് എന്ന് അറിയാം. എന്നിരുന്നാലും അലസതയൊക്കെ വിട്ട് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി പഠന കാര്യത്തിൽ ശ്രദ്ധിക്കുന്നവർക്ക് വിചാരിച്ച രീതിയിൽ സ്കോർ ചെയ്ത് റാങ്ക് നേടുന്നതിനും
പട്ടികയിൽ ഇടം പിടിക്കുന്നതിനും ജോലി കരസ്ഥമാക്കുന്നതിനും അതുപോലെ തന്നെ തുടർ വിദ്യാഭ്യാസത്തിന് അഡ്മിഷൻ ലഭിക്കുന്നതിനും ഒക്കെ യോഗമുണ്ട്. IELTS, MOH പോലെയുള്ള പരീക്ഷകൾ, DH, അങ്ങനെ നിരവധി പരീക്ഷകളൊക്കെ വിദേശത്തിരുന്നൊക്കെ എഴുതുന്നവർക്കൊക്കെ വിജയിക്കുവാൻ യോഗമുള്ള, ഭാഗ്യമുള്ള, ദൈവാധീനമുള്ള ഒരു സമയമാണ്. വ്യാഴം അനുഗ്രഹിക്കും. 9ാം ഭാവാധിപനായ ചൊവ്വ ബലവാനാണ്. ധനസ്ഥാനവും ക്ലിയറാണ്. അപ്പോൾ അപ്രതീക്ഷിത ധനം വന്നു ചേരുവാൻ യോഗമാണ്. പ്രായമായവർക്കും കൊച്ചു കുട്ടികൾക്കും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെയാണ് ഏതൊരു ജോലികൾ ചെയ്യുന്നവർ, മെഡിക്കൽ രംഗം ജോലി ചെയ്യുന്നവരായാലും IT മേഖലയിൽ ജോലി ചെയ്യുന്നവരോ കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും വാഹന സംബന്ധമായ ജോലികളൊക്കെ ചെയ്യുന്നവർക്കും ഒക്കെ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യേണ്ടത് ആവശ്യമാണ്. പുരോഗതി ഉറപ്പായും വന്നു ചേരും. അത് ബിസിനസ് ചെയ്യുന്നവരായാലും ഷെയർ മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ ബ്രോക്കറിങ് കാര്യങ്ങൾ, അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. അവയ്ക്കൊക്കെ പുരോഗതികൾ വന്നു ചേരും. കലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒക്കെ ജോലികളൊക്കെ ചെയ്യുന്നവർ കരവിരുത് തെളിയിക്കുന്നതിനും വാക്ചാതുര്യം കൊണ്ടും ഒക്കെ നേട്ടങ്ങൾ ഉണ്ടാവും. ക്ഷമ ആവശ്യമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ശനിപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുകയും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ ഒരു പരിധിവരെ ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണവും സമ്പൽ സമൃദ്ധവുമായ ഒരു ജീവിതം ഈ ആഗസ്റ്റ് മാസത്തിൽ വന്നു ചേരുവാനായിട്ട് എല്ലാവിധ ഭാഗ്യവും ഉണ്ട്. ഞാൻ ഈ പറഞ്ഞതൊക്കെ ഗോചര ഫലങ്ങളാണ്. അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുന്നതിന് ജാതകം നോക്കണം. അതിന് ടൈമും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ വാട്സാപ്പിൽ ഇടുകയും ഒക്കെ ചെയ്താൽ അതിന് അവസരമുണ്ടായിരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.